ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് മസാല മക്രോണി തയ്യാറാക്കാം. അതിനു വേണ്ടി ഉരുളിയിൽ 4 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഉപ്പ് ചേർക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. 250 ഗ്രാം മക്രോണി, മല്ലിയില, വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി 1 ടീസ്പൂൺ, സവാള 1 സവാള, 2 തക്കാളി, കറിവേപ്പില. മക്രോണി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ഉരുളിയാണ് എടുത്തത്. അതിൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലോട്ട് നമ്മൾ സവാള 1 കപ്പാണ് ചേർക്കുന്നത്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മസാലപ്പൊടികളെല്ലാം ചേർക്കണം. ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, അത് 1/2 ടീസ്പൂൺ. നമുക്ക് നന്നായിട്ട് ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കി അതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് കുത്തി ഉടച്ച് ഇളക്കണം. എന്നാൽ ആ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. തക്കാളി നന്നായിട്ട് കുത്തി ഉടച്ച് നമുക്ക് മസാല റെഡിയായി. അതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്തു 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചതിന് ശേഷം അതിലോട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്തു. എന്നിട്ട് നന്നാക്കി ഇളക്കുന്നു. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മസാല മക്രോണിയുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് പുഴുങ്ങി വെച്ച മക്രോണി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി